അങ്ങനെ ഡേ 1 കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റു. ഇതിപ്പോൾ ഞങ്ങൾ ഡേ 2വിൻ്റെ ജസ്റ്റ് ഒരു ഹൈലൈറ്റ്സാണ് ഇപ്പം കാണിക്കുന്നത്. ഡേ 2 ഞങ്ങൾ കവർ ചെയ്ത ഏരിയാസ്. നമ്മൾ അങ്ങനെ രാവിലെ തന്നെ വണ്ടിയെ കയറി. നമ്മളുടെ ടൂർ മാനേജർ നജീബിക്ക നമ്മളുടെ അന്നത്തെ കുറച്ച് ഗൈഡൻസ് ഒക്കെ തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പട്ടായ ബീച്ചിലോട്ട് എത്തുകയാണ്. പട്ടായ ബീച്ചിലെത്തി കുറേ ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൈഡ് നമുക്ക് നൽകി. അതിനുശേഷം നമുക്ക് വേണ്ടി ഒരു പ്രത്യേക ടീമിനെ അവർ അപ്പോയിൻറ്റ് ചെയ്തു. അവരാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതും ബോട്ടിൽ കയറേണ്ട രീതി, ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി മെഷേഴ്സ്, ഇവ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾക്ക് ആ ദൂരെ കാണുന്ന ആ ഒരു ബോട്ട്സൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പം വോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോട്ടുണ്ട്. ആ ബോട്ട് അവർ നമുക്ക് അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ആ ഒരു 20% ഈച്ച് അങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ടീമിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് 2 ബോട്ടായിട്ടാണ് വിടുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ മിറ്റ്സൂഷി ബോട്ടിൽ കയറാൻ വേണ്ടി ഞങ്ങളങ്ങനെ ആ ഒരു ബോട്ടിൻ്റെ പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലോട്ട് വോക്ക് ചെയ്യുകയാണ്. നല്ല ക്രൗഡുള്ള ദിവസമായിരുന്നു കേട്ടോ. അതിലൊരു 90% ഇന്ത്യൻസ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. നമുക്ക് പട്ടായ സിറ്റി എന്നുള്ള ആ ഒരു ഹൈലൈറ്റ്സ് നമുക്ക് ഇവിടെ ദൂരെ നിന്ന് കാണാൻ പറ്റും. നമ്മളിങ്ങനെ പോകും തോറും നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു 35-40 km/h പോയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സ്പീഡ് 85-90 ആ റേഞ്ചിലാണ് പോയത്. അപ്പോൾ നമ്മൾ ദൂരെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വന്ന ആ ഒരു ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. നല്ല നൈസായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് പറഞ്ഞാൽ അണ്ടർ വാട്ടർ ആക്ടിവിറ്റിയിലോട്ടാണ്. അങ്ങനെ നമ്മൾ അണ്ടർ വാട്ടർ ആക്ടിവിറ്റി നമുക്ക് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. കാരണം നമ്മൾ വെള്ളത്തിനടിയിൽ അത് 2 മീറ്റർ ഇറങ്ങുമല്ല, ഇത് നമ്മൾ ഏകദേശം 15-20 മീറ്റേഴ്സ് ഡീപ്പായിട്ടുള്ളൊരു സീലാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രഷർ വേരിയേഷൻ വരുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാകും ആദ്യം. പക്ഷേങ്കിൽ അവർ പറഞ്ഞ കുറച്ച് റെമഡീസൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്കതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. വളരെ മനോഹരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കോറൽ ഐലൻഡിൽ വന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസ്, കുറച്ച് ജ്യൂസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ഫ്രൂട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ എൻജോയ് ചെയ്തു. ഇനി നമുക്ക് ഒരു പറഞ്ഞേക്കുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പാരാഗ്ലൈഡിംഗ് ആണ്. അപ്പം നമ്മൾ പാരാഗ്ലൈഡിംഗ് അല്ല, പാരാസെയിലിംഗ് ആണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി അതൊരു നടുക്ക് ആങ്കർ ചെയ്തേക്കുന്ന ഒരു ഷിപ്പിലാണ് ചെയ്യുന്നത്. ഷിപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയൊരു ബോട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഷിപ്പ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും കുറച്ച് പേരുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ അവർ നല്ല സേഫ്റ്റി ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്ത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തു. ഞാൻ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. റിയക്ക് ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു നമ്മളെ പറന്ന് പൊങ്ങിയ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരിക്കലും നമ്മൾ വീട്ടിൽ നിന്നാൽ നമുക്ക് കിട്ടാത്തൊരു സുഖമാണത്. കാരണം നമ്മൾ വീട്ടിൽ ഇരിക്കാൻ പാടില്ല, ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അത് കംപ്ലീറ്റ് ഒരു 10-15 മിനിറ്റ്സ് റൗണ്ട് ട്രിപ്പാണ്. അപ്പോൾ ഞാൻ പോയതിന് ശേഷം ഉടനെ റിയയും അത് ട്രൈ ചെയ്തു. റിയക്ക് പേടിയായിരുന്നു. പക്ഷേങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 2 വട്ടം കൂടെ പോയാൽ കൊള്ളാം എന്ന രീതിയിലാണ് റിയ പറഞ്ഞത്. അതൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് മോശമായതുകൊണ്ട് കുറച്ചൊരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് 2 ആക്ടിവിറ്റി നമുക്ക് അന്ന് കിട്ടിയുള്ളൂ. അത്യാവശ്യം നല്ല സ്ട്രോങ് വിൻഡായിരുന്നു. സോ ദാറ്റ് ഓൾഡ് us ടു ഗോ ബാക്ക്. സോ അങ്ങനെ ഞങ്ങൾ ടീമായിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് നമ്മൾ കോറൽ ഐലൻഡിലോട്ട്, പട്ടായ ഐലൻഡിലോട്ട് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വന്ന സമയത്ത് ആദ്യം നോട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. കൂടുതൽ ആൾക്കാരെയും ഹിന്ദിയും തമിഴൊക്കെയാണ് സംസാരിക്കുന്നത്. ഇഷ്ടംപോലെ ഇന്ത്യൻസ് വന്നിറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് പോകാൻ പറ്റിയ ഏറ്റവും അടുത്തുള്ള രാജ്യമാണല്ലോ തായ്ലൻഡ്. അപ്പം അത്രയും നമുക്ക് ക്രൗഡിനകത്ത് നമുക്ക് ഇന്ത്യൻസിനെ അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്കാണ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം അവർ ജസ്റ്റ് നമ്മൾ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ്. നമുക്കത് അറിയത്തോലും ഇല്ലായിരുന്നു. ആ ഫോട്ടോസൊക്കെ അവർ ഫ്രെയിം ചെയ്ത് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 100 bahts, അറൗണ്ട് 250 rupees ഒക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അത് ഞങ്ങൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ചുമ്മാ പോസ് ചെയ്യാൻ വേണ്ടി, വീഡിയോയ്ക്ക് കിട്ടാൻ വേണ്ടിയൊക്കെ ചുമ്മാ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതൊക്കെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഒരു ആക്ടിവിറ്റി അണ്ടർ വാട്ടറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. കാരണം എനിക്ക് വെള്ളം നല്ലൊരു പേടിയുള്ള ഒരാളാണ്. അപ്പം അണ്ടർ വാട്ടറിൽ ഇറങ്ങി കഴിഞ്ഞപ്പം ആ ഒരു പേടിയൊക്കെ ഒന്ന് മാറി. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു വെൽഫെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉച്ചയ്ക്ക് ഹോട്ടലിലോട്ട് പോയി, റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാനും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനും. അപ്പം നമുക്ക് ആ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന വഴിയുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോട്ടോ ഫ്രെയിം ഇതാണ്. അത് നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് നിർത്തി ഫോട്ടോ എടുപ്പിച്ചതാണ്.
അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഉള്ള റെസ്റ്റോറൻറ്റിലെത്തി. നല്ലൊരു വ്യൂ ഉള്ള റെസ്റ്റോറൻറ്റാണ്, സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെ നൈസാണ്. അവിടെ നമുക്ക് ഇന്ത്യൻ ഫുഡാണ്, ബൊഫയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ആക്ടിവിറ്റി കഴിഞ്ഞായിട്ട് നമുക്ക് ഇനിയുള്ളത് ജെംസ് ഗ്യാലറി. ജെംസ് ഗ്യാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന മിക്ക ടൈപ്പ് ഓഫ് റോക്സ് ആൻഡ് ജ്വല്ലറീസ് അവർ എങ്ങനെയാണ് അതൊരു റിഫൈൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വേരിയസ് സ്റ്റേജസിൽ കൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്നത് ഈ ഒരു ജ്വല്ലറി ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ഏരിയയാണ് അത്. ഇന്ത്യയിലല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ജെംസ് ഗ്യാലറിയാണത്. അപ്പോൾ ഇതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരിങ്ങനെ പറഞ്ഞു തന്ന വീഡിയോസിലൂടെ പറഞ്ഞു തന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ ഗ്യാലറി കാണാൻ കഴിയുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഗ്യാലറിയിൽ അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ജ്വല്ലറീസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ഇതവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് റോക്സിൽ നിന്ന് ഇതുപോലത്തെ സ്റ്റോൺസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അറൗണ്ട് 10-15 സ്റ്റെപ്സ് ഉണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഓരോ സ്റ്റോണിങ്ങനെ വാഷ് ചെയ്താൽ വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ചില ഗോൾഡ് പോലത്തെ മെറ്റീരിയൽസൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. ഗോൾഡ് പോലത്തെ മെറ്റലല്ല അവർ പറയുന്നത്, സ്റ്റോൺസാണ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ബോയിലിംഗ് സ്റ്റേജാണിത്. അതിൽ ഫോണിൽ എത്രമാത്രം അതിനെ കാണിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവിടെ നമ്മൾ കാണുമ്പോൾ നൈസായിട്ട് ആ ഒരു 500-600 ഇയേഴ്സ് എഗോ എങ്ങനെയാണ് ആ ഒരു വില്ലേജിൽ ഈ വക ഹാൻഡ് മെയ്ഡായിട്ട് ഈ വക ജ്വല്ലറീസ് ക്രിയേറ്റ് ചെയ്തിരുന്നത് നമുക്ക് കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാത്തിനും റോ ഫോർമാറ്റായിട്ട് കാണിച്ചേക്കുന്നത്, എല്ലാ സ്റ്റോൺസിനും റോ ഫോർമാറ്റാണ് അവരിപ്പം ഗ്യാലറി വെച്ചേക്കുന്നത്. ആ പ്രോസസ്സിങ് ഒക്കെ നമ്മൾ ട്രെയിനെ കൂടെ കൊണ്ടുവന്ന് കാണിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ജെംസ് ഗ്യാലറിയിലോട്ടാണ് നമ്മൾ കയറിയേക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോൺസ് അവരോട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ ലൈവായിട്ട് കാണാൻ പറ്റും അവരെങ്ങനെയാണ് ഓരോ സ്റ്റോൺസ് ഓരോ ജ്വല്ലറിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്ന്. സോ അവരുടെ ആ ഒരു ടൈമിനും ആ ഒരു ക്രാഫ്റ്റിനുമാണ് അവർ എമൗണ്ട് വെച്ചേക്കുന്നത്. സോ ദിസ് ഈസ് ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ജെംസ് ഗ്യാലറി. സോ ഓരോ ജ്വല്ലറി നമ്മൾ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ എക്സ്പെൻസീവ് നമുക്ക് മനസ്സിലാവും, അവരുടെ ആ ഒരു ടൈം ആൻഡ് എഫേർട്ട്. പിന്നെ അതുപോലെ തന്നെ ജെംസ് ഗ്യാലറിയിൽ ഒത്തിരി അധികം വേറെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഈ ക്രോക്കഡൈൽ ലെതർ കൊണ്ടുള്ള ബാഗ്സ്, വാളറ്റ്സ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോപ്സ്. ഈ സോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഫ്രൂട്ട്സിൻ്റെ അതേ ഫ്ലേവറിലുള്ള സോപ്പുകളാണ്, തിന്നാനല്ല പക്ഷേങ്കിൽ അതേ നമുക്ക് സ്മെല്ല് കിട്ടുന്ന ടൈപ്പ് സോപ്പാണ്. അതായത് വാട്ടർ മെലോൺ, ദെൻ പപ്പായ, മാംഗോ. സോ അതിൻ്റെയൊക്കെ ആ റിയൽ സ്മെല്ല് കിട്ടും. കൂടെ വന്നവരെല്ലാം ഓരോന്ന് വെച്ച് വാങ്ങിക്കുക കേട്ടോ. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല, കാരണം പുറത്ത് പോയാൽ ഇതിലും വില കുറച്ച് കിട്ടും എന്ന് പറയുന്നതുകൊണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ കൈയും വീശി ഇറങ്ങി വരുന്ന രംഗമാണ് കണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പോയതാണ് പട്ടായയിലെ ഏറ്റവും മെയിനായിട്ടൊരു ഹൈലൈറ്റുള്ള സ്ഥലം, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 5-10 പീപ്പിൾ ഐ തിങ്ക് അങ്ങനെ എത്ര പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ബോട്ടാണ് അത്. സ്പീഡ് ബോട്ടാണ്. സ്പീഡ് ബോട്ടും റോയിങ് ബോട്ടും ഉണ്ട്. സ്പീഡ് ബോട്ടാണ് ബെറ്റർ. റോയിങ് ബോട്ടാണെങ്കിൽ ടൈം എടുത്ത് നമുക്കെല്ലാം കാണാം. സ്പീഡ് ബോട്ടാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എല്ലാം കവർ ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് നമുക്ക് നടന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്താം. അപ്പോൾ ഞങ്ങളങ്ങനെ സ്പീഡ് ബോട്ടാണ് സെലക്ട് ചെയ്തത്. ഫോറിനേഴ്സാണ്, ഏത് കൺട്രി ആൾക്കാരാണെന്ന് അറിയത്തില്ല, പക്ഷേ അവരും എൻജോയ് ചെയ്യുന്നു, നമ്മളും എൻജോയ് ചെയ്യുന്നു. കൈയൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വ്യൂ കേട്ടോ. ഓരോ മാർക്കറ്റ്സിനിടയിൽ കൂടെ സ്റ്റെപ്സിൻ്റെയും ഒരു ക്രോസ് ഓവറിൻ്റെയൊക്കെ ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. നമ്മളുടെ ബോട്ട് പോകുന്ന വേറെ ആൾക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഒരു പട്ടായ അല്ലെങ്കിൽ ബാങ്കോക്കിൽ ചെന്നിട്ട് നമ്മൾ എന്താണോ ഒരു ഫോറിനർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഫോറിനാണല്ലോ നമ്മളപ്പോൾ നമ്മൾ എന്താണോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വക എല്ലാ പ്രൊഡക്ട്സും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ എക്സ്പെൻസ് കമ്പയർ ചെയ്യുമ്പം ചിലപ്പം നമ്മളിവിടെ 200 റുപ്പീസ് കിട്ടുന്ന സാധനം നമ്മൾ അവിടെ ചിലപ്പോൾ 200 ബാത്തായിരിക്കും, അത് ഇവിടുത്തെ ഒരു 500 റുപ്പീസ് ആവും. സോ ആ രീതിയിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ പൈസ ലാഭിക്കാനല്ലല്ലോ പോയേക്കുന്നത്, അപ്പം പിന്നെ അങ്ങനെ ആരും നോക്കാറില്ല. അതിനുശേഷം ടെർമിനൽ 21 ഒരു മാൾ ഞങ്ങൾ പോയി. അത് നമ്മുടെ ഒരു ലുലു മാൾ സെറ്റപ്പ് കേട്ടോ. പക്ഷെങ്കിൽ അത്യാവശ്യം നല്ലതാണ്, നല്ല പ്രൊഡക്ട്സാണ്. പ്രൊഡക്ട്സ് ചീപ്പാണോ എന്ന് ചോദിച്ചാൽ ആസ് കമ്പയർഡ് ടു ഇന്ത്യൻ കറൻസീസ് ചീപ്പല്ല. പക്ഷെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, കാരണം അവിടുത്തെ ഫുഡും കാര്യങ്ങളും. നമുക്ക് ഓരോ ഫുഡ് കൂപ്പൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100 ബാത്ത് വെച്ച്
ഓരോ ആൾക്കാർക്കും നല്ല രീതിയിൽ ഫുഡ് കൂപ്പൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കൂപ്പൺ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയി അത്യാവശ്യം ഫുഡ് വാങ്ങിച്ചു. എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ഫുഡ് വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം ഞാനും റിയയും കൂടി ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങി ജസ്റ്റ് അവിടുത്തെ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടു. അതിനുശേഷം പട്ടായയുടെ മെയിൻ ഹൈലൈറ്റ് എന്താണ്, വാക്കിംഗ് സ്ട്രീറ്റ്. എന്തിന് പട്ടായ പോകുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഉത്തരം തന്നെ ഇതാണ്, വാക്കിംഗ് സ്ട്രീറ്റ്. രാത്രി 11 കഴിഞ്ഞാൽ മാത്രം ഓപ്പൺ ആകുന്ന സ്ട്രീറ്റാണ്. അവിടെ നമുക്ക് എന്തും കിട്ടും. അത് ഉപയോഗിച്ച് പോകുന്നവർക്ക് എന്തും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പബ്ബ് കാര്യങ്ങൾ, ഡാൻസ് ബാർസ്, പിന്നെ ഞാൻ വീഡിയോ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ ഇഷ്ടം പോലെ കാര്യങ്ങൾ. അപ്പം ബാച്ചിലേഴ്സായിട്ട് പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് വാക്കിംഗ് സ്ട്രീറ്റ്. അല്ല, ഫാമിലിയായിട്ട് പോയിട്ട് ഞാൻ എൻജോയ് ചെയ്തിരുന്നില്ല, നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന ഫ്രണ്ട്സൂടെ ചേർന്ന് ഞങ്ങൾ അവിടുത്തെ ജസ്റ്റ് ഒരു പബ്ബിൽ കയറി. അവിടുത്തെ ആ ഒരു പബ്ബിൻ്റെ വൈബും കാര്യങ്ങളും എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി അവിടുത്തെ പബ്ബിൽ കയറി. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇപ്പം തന്നെ ഏകദേശം നമ്മൾ നല്ല ടയേർഡാണ്. എന്നിട്ടും ഈ ഒരു വൈബ് കാണുമ്പോൾ നമ്മൾ നടക്കും. ഇപ്പോൾ 12:30 അറൗണ്ട് 1 AM ആയിട്ടുണ്ട് ഇന്ത്യൻ ടൈം. അവിടുത്തെ 11:30. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒരു ഫുഡ് സ്ട്രീറ്റിൽ പോയി കുറച്ച് ഫ്രൂട്ട്സ് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ക്രോക്കഡൈലും അങ്ങനത്തെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഞങ്ങൾ കഴിച്ചു. സോ ഇതാണ് ഓൾ അബൌട്ട് ഡേ 2 at പട്ടായ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഡേ 3 ഞങ്ങൾ ഇവിടെ എത്തുന്നതായിരിക്കും. താങ്ക് യു.